Welcome to Computer Science Hub. Our subject data structure using C. Topic is Q. So Q-ലെ ലാസ്റ്റ് ടോപ്പിക്കാണിത്. അതായത് നമ്മുടെ തേർഡ് മൊഡ്യൂളിലെ ലാസ്റ്റ് വീഡിയോ. സിലബസ് നമ്മളെല്ലാതും കവർ ചെയ്തതാണ്. സ്റ്റാക്സ് കഴിഞ്ഞു. Q-ൽ പ്രീവിയസ് 2 വീഡിയോയിൽ Q-ൻ്റെ റെപ്രസെൻറ്റേഷൻ യൂസിങ് സ്റ്റാക്ക് റെപ്രസെൻറ്റേഷനും ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെൻറ്റേഷനും അതിലെ വർക്കിങ്ങും അതായത് ഓപ്പറേഷൻസ് DQ NQ ഓപ്പറേഷൻസും പീക്ക് ഓപ്പറേഷനും ഡിസ്പ്ലേ ഓപ്പറേഷനും ഒക്കെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞത് ലീനിയർ ക്യൂ ആണ്, അതായത് നോർമൽ ക്യൂ ആണ്. ഇനി കുറച്ച് ക്യൂസിൻ്റെ വെറൈറ്റീസ് നമുക്ക് നോക്കാം. സർക്കുലർ ക്യൂ, DQ, പ്രയോറിറ്റി ക്യൂ, ദെൻ അപ്ലിക്കേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പം ഇതിൽ ഈ DQയിലെ സ്പെല്ലിങ്ങിന് ഡിഫറൻസ് ഉണ്ട്. അതായത് നമ്മൾ DQ ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ക്യൂവിൻ്റെ സ്പെല്ലിംഗ് തന്നെയാണ്. QUE എന്നുണ്ട്. DQ ഓപ്പറേഷൻ അതായത് ഡിലീറ്റ് ഓപ്പറേഷൻ ഉണ്ടല്ലോ, റിമൂവൽ, അതാണ് DQ ഓപ്പറേഷന്. ദെൻ ഈ DQ എന്ന് പറയുന്നത് ഡബിൾ എൻറ്റഡ് ക്യൂ ആണ്. ഡബിൾ എൻറ്റഡ് ക്യൂവിന് DQ എന്നുള്ള ഷോർട്ട് ഫോം ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് ഡിഫറൻസിലാണ് ഈ രണ്ടെണ്ണം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് കേട്ടോ. സോ സർക്കുലർ ക്യൂ, DQ, പ്രയോറിറ്റി ക്യൂ ആൻഡ് അപ്ലിക്കേഷൻ. ദെൻ അതിൽ തന്നെ സർക്കുലർ ക്യൂവിൻ്റെ ഇൻസേർഷനും ഡിലീഷനും ഓപ്പറേഷൻസ് എല്ലാം നമ്മളുടെ സിലബസിൽ എംഫസൈസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് വിത്ത് അൽഗോരിതം അതിൻ്റെ ഓപ്പറേഷൻസും നോക്കാം. So starting with the types of queue, a queue data structure can be classified into the following type: circular queue, double-ended queue or DQ, priority queue. Okay? So ആദ്യം circular queue. സർക്കുലർ ക്യൂ എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ എന്താ മനസ്സിലാവുന്നത്? സർക്കിൾ ഫോമിലായിരിക്കും. സർക്കിൾ ഫോമിലാവുമ്പോൾ എന്താ ഡിഫറൻസ് ഉണ്ടാവുക? അതായത് ക്യൂ എന്ന് പറയുമ്പോൾ സ്ട്രെയിറ്റ് ആണ് നമ്മൾ കണ്ടത് അല്ലേ? അപ്പോൾ അതിൽ സ്റ്റാർട്ടിങ് പോയിന്റ് ആണ് സ്റ്റാർട്ട് എന്നുള്ള പോയിന്റർ, എൻഡിങ്ങിൽ റയർ എന്നുള്ള പോയിന്റർ ഉണ്ടാവും. ഇതിപ്പോൾ ഇതാണ് ഇപ്പോൾ ഒരു ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയായിരിക്കും സ്റ്റാർട്ട്, ഇവിടെയായിരിക്കും റയർ. സോ ഇത് സർക്കുലർ ക്യൂ ആക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം? ഇത് റൗണ്ടായി അല്ലേ? സോ റൗണ്ട് ആവുമ്പോൾ എന്തുണ്ടാവും? രണ്ട് പോയിന്ററും ഒരുപോലെ ഒരേ പ്ലേസിൽ വരില്ലേ? സ്റ്റാർട്ടിങ് പോയിന്ററും റയർ പോയിന്ററും നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. സോ മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെന്റ്സ് ഉണ്ടാവും. സോ സർക്കുലർ ക്യൂ ഇസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ഇൻ വിച്ച് ദ ഓപ്പറേഷൻസ് ആർ പെർഫോം ബേസ്ഡ് ഓൺ ദ FIFO പ്രിൻസിപ്പിൾ. അത്രയും ഒക്കെ നോർമൽ ക്യൂ തന്നെയാണ്. ആൻഡ് ദ ഡിഫറൻസ് ഇസ് ദ ലാസ്റ്റ് പോർഷൻ ഇസ് കണക്റ്റഡ് ബാക്ക് ടു ദ ഫസ്റ്റ് പൊസിഷൻ ടു മേക്ക് എ സർക്കിൾ. അപ്പോൾ റയറും ഫ്രണ്ടും കണക്റ്റഡ് ആണ് ടു മേക്ക് എ സർക്കിൾ. സോ ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് എ റിംഗ് ബഫർ എന്നും പേരുണ്ട് കേട്ടോ. അപ്പോൾ ഈ പേര് നോട്ട് ചെയ്ത് വെച്ചോളൂ, റിംഗ് ബഫർ എന്നും പറയാം. So in the circular queue, the first index comes right after the last index. So last index കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സ് വരും. സോ അത് രണ്ടും അടുത്തടുത്താണ് ഇരിക്കുന്നത്. അതാണ് അതിലെ സ്പെഷ്യാലിറ്റി. സർക്കുലർ ക്യൂ അപ്പോൾ എങ്ങനെയാണ് ഫുള്ളാവുക എന്ന് പറയാം. അതായത് നമ്മൾ ഒരു ക്യൂ ഫുള്ളാവുന്നത് സാധാരണ എപ്പോഴാണ്? റയർ പോയിന്റർ ആണ് നോക്കുക, ഫ്രണ്ട് പോയിന്റർ നോക്കുന്നില്ല. റയർ പോയിന്റർ ഇസ് ഈക്വൽ ടു മാക്സ് -1 ആകുമ്പോഴാണ് ഒരു ക്യൂ ഫുൾ ആവുക. പക്ഷെ സർക്കുലർ ക്യൂ ഫുൾ ആവണമെങ്കിൽ ഫ്രണ്ട് ഈക്വൽ ടു 0യും റയർ ഇസ് ഈക്വൽ ടു മാക്സ് -1 ആയാലാണ് സർക്കുലർ ക്യൂ ഇവിടെ ഫുൾ ആവുന്നത്. ഓക്കെ, ഫ്രണ്ട് ഈക്വൽ ടു 0 ആവണം, റയർ ഇസ് ഈക്വൽ ടു മാക്സ് -1, അപ്പോഴാണ് സർക്കുലർ ക്യൂ ഫുൾ ആവുന്നത്. സോ ഇതാണ് സർക്കുലർ ക്യൂ. കണ്ടില്ലേ? ഇപ്പോൾ ഓരോ പൊസിഷനും ഇപ്പോൾ Q0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ കഴിഞ്ഞാൽ ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ. ദെൻ Q1, Q2, Q3, Q4, Q6. സോ ഇതാണ് സർക്കുലർ ക്യൂ. വൈ സർക്കുലർ ക്യൂ? ഇപ്പോൾ ലിനിയർ നോർമൽ ക്യൂ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് എന്ത് അഡ്വാൻറ്റേജ് ആണ് ഈ സർക്കുലർ ക്യൂ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുക? സോ ഇൻ എ നോർമൽ ക്യൂ വി ക്യാൻ ഇൻസേർട്ട് എലമെന്റ്സ് അൺടിൽ ക്യൂ ബിക്കംസ് ഫുൾ അല്ലേ? ബട്ട് once the queue becomes full, we cannot insert the next element even if there is a space in front of the queue. സോ ഈ ഒരു കണ്ടീഷൻ നോക്കൂ. അതായത് നമ്മളുടെ ക്യൂ ആദ്യം ഫുൾ ആയിരുന്നു. 0 തൊട്ട് 9 വരെ ലൊക്കേഷൻസ് ഉണ്ടായിരുന്നു. ദെൻ അപ്പോൾ ഇൻസേർഷൻ എപ്പോഴും റയർ എൻഡിൽ നിന്നാണ് നടക്കുന്നത് അല്ലേ? ഈ സൈഡിൽ നിന്നാണ് ഇൻസേർഷൻ നടക്കുന്നത്. സോ ഇപ്പോൾ ഇനി ഇതിൽ ഒന്നും ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ക്യൂ ഫുള്ളായി. ക്യൂ ഫുള്ളായതിനു ശേഷമാണ് ഞാൻ ഇതിൽ നിന്ന് 2 എലമെന്റ്, ഇവിടെ ഉണ്ടായിരുന്ന 2 എലമെന്റും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ 2 എലമെന്റ് ഡിലീറ്റ് ചെയ്യുമ്പോൾ അത് ഫ്രണ്ടിൽ നിന്നാണ് ഡിലീറ്റ് ആവുന്നത് അല്ലേ? സോ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ നോക്കിയേ, ഇതിൽ ഇനി ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? റയർ ഇസ് ഈക്വൽ ടു മാക്സ് -1 അല്ലെ? 9 ആയി, റയർ എൻഡിങ്ങിൽ മാക്സ് പോയിന്റിൽ എത്തി. അപ്പൊ നമുക്ക് കിട്ടുക ക്യൂ ഫുൾ എന്നുള്ള മെസ്സേജ് ആണ് നമുക്ക് കിട്ടുക. നമുക്ക് ഇനി ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആക്ച്വൽ എന്താ നടക്കുന്നത്? ഇവിടെ 2 പൊസിഷൻ ഇവിടെ വേക്കന്റ് ആണ്. ഫ്രണ്ടിലെ 2 പൊസിഷൻ വേക്കന്റ്. ഇനി അങ്ങോട്ട് എത്ര വേക്കന്റ് ആയാലും, ഇപ്പൊ സപ്പോസ് ഇതിലെ 99 വരെ ഞാൻ
ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാലും അപ്പോൾ അത്രയും ഒരു 8 ലൊക്കേഷൻസ് അവിടെ വേക്കൻ്റ് ആയാലും നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെ റയർ പോയിന്റർ ഇരിക്കുന്നത് ലാസ്റ്റിലാണ്, ലൊക്കേഷനിലാണ്. അപ്പോൾ റയർ ഇസ് ഈക്വൽ ടു മാക്സ് മൈനസ് 1 ആയതുകൊണ്ട് തന്നെ ക്യൂ ഫുള്ളാന്നേ പറയുള്ളൂ. ഫ്രണ്ടിൽ നിന്ന് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. സോ ഇതാണ് നമ്മുടെ നോർമൽ ക്യൂവിൻ്റെ ഏറ്റവും ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ളത്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസഡ്വാൻറ്റേജ്. അപ്പോൾ ഇതിനെ ഓവർകം ചെയ്യാനായിട്ടാണ് സർക്കുലർ ക്യൂ വരുന്നത്. സോ ടു റിസോൾവ് ദിസ് പ്രോബ്ലം വി ഹാവ് 2 സൊല്യൂഷൻ. First, shift the elements to the left so that the vacant space can be occupied and utilized efficiently. അപ്പോൾ ഓരോ തവണ നമ്മൾ ഡിലീറ്റ് ചെയ്യുമ്പോഴും എല്ലാ എലമെന്റ്സിനെയും ലെഫ്റ്റിലേക്ക് അങ്ങ് ഷിഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ 1 0 ഡിലീറ്റ് ചെയ്തപ്പോൾ ഒരു പൊസിഷനിലേക്ക് എല്ലാം മാറ്റുക, 1 ഡിലീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും എല്ലാം ഷിഫ്റ്റ് ചെയ്യുക. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് ഒട്ടും എഫിഷ്യൻ്റ് ആയിട്ടുള്ള മെത്തേഡ് അല്ല അല്ലേ. അപ്പോൾ എവറി ഡിലീഷന് നമ്മൾ എത്രയും എലമെന്റ്സ് ഉണ്ടോ എലമെന്റ്സിനെ ഒക്കെ ലെഫ്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇനി രണ്ടാമത്തെ ഓപ്ഷൻ പറയാൻ പറ്റുന്നത്, സോ ദിസ് വിൽ ബി വെരി ടൈം കൺസ്യൂമിങ് എസ്പെഷ്യലി വെൻ ദ ക്യൂ ഇസ് ക്വൈറ്റ് ലാർജ്. ഇപ്പോൾ ഒരു വലിയൊരു ക്യൂ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഷിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. അപ്പോഴാണ് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത്, ആൻഡ് ദാറ്റ് ഇസ് അവർ സർക്കുലർ ക്യൂ. സോ സർക്കുലർ ക്യൂ ഫുൾ കണ്ടീഷൻ ആവുക ഓൺലി വെൻ ഫ്രണ്ട് ഈക്വൽ ടു 0 റയർ ഇസ് ഈക്വൽ ടു മാക്സ് മൈനസ് 1. ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ സർക്കുലർ ക്യൂ ഫുൾ അല്ല. സർക്കുലർ ക്യൂ ഫുൾ ആവണമെങ്കിൽ ഫ്രണ്ട് പോയിന്റർ 0 ഇരിക്കണം, റയർ പോയിന്റർ മാക്സ് മൈനസ് 1 ഇരിക്കണം. അങ്ങനെ വരുമ്പോൾ ആ ക്യൂവിൽ ഫുള്ള് നിറയെ എലമെന്റ്സ് ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ ക്യൂ ഫുള്ളാന്ന് പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ ക്യൂവിൽ എങ്ങനെയാണ് ഇൻസേർഷനും ഡിലീഷനും നടക്കാമെന്ന് നമുക്ക് നോക്കാം. സോ ഇംപ്ലിമെന്റേഷൻ മീൻസ് ഇറ്റ് ഇസ് ഇൻ ദ സെയിം മാനർ ആസ് എ ലീനിയർ ക്യൂ ഇസ് ഇംപ്ലിമെന്റഡ്. ഓൺലി ഡിഫറൻസ് വിൽ ബി ദ കോഡ് ദാറ്റ് പെർഫോംസ് ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ. ഫോർ ഇൻസേർഷൻ ചെക്ക് ഫോർ ദ 3 ഫോളോവിങ് കോഡ്സ് നോക്കാം. ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നോക്കേണ്ടത് ഫ്രണ്ട് 0 ആണ്, റയർ മാക്സ് മൈനസ് 1 ആണ്. ഈ 2 കണ്ടീഷനും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാം ക്യൂ ഫുള്ളാന്ന് പറയാം. ഇതാണ് ആ ഒരു കണ്ടീഷൻ. കണ്ടോ, ഇപ്പൊ ഫ്രണ്ട് 0 നിൽക്കുന്നത്, ദെൻ റയർ n-1 നിൽക്കുന്നത്. അപ്പൊ നമ്മളുടെ ക്യൂ ഫുള്ളാണ്. ഇവിടെ നമുക്കിനി ഫർദർ ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. If rare not equal to max minus 1, then rare will be incremented and the value will be inserted. ഇനി നമ്മളുടെ നോർമൽ കേസിൽ ഇപ്പൊ റയർ ഇവിടേക്കാണ് 6 നിൽക്കുന്നത്. അങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റയർ ഇൻക്രിമെന്റ് ചെയ്യാം, എൻഡിലോട്ട് എലമെന്റ്സിനെ ഇൻസേർട്ട് ചെയ്യാം സാധാരണ പോലെ. സോ ഇതാണ് കണ്ടീഷൻ. സോ ഇവിടെ നിൽക്കുന്നത് റയർ ഇവിടെ 8 അല്ലേ. അപ്പോൾ റയർ നമുക്ക് ഇൻക്രിമെന്റ് ചെയ്ത് 9 ആക്കാം, എന്നിട്ടൊരു എലമെന്റിനെ ഇൻസേർട്ട് ചെയ്യാം. നോ ഇഷ്യൂസ്. If friend not equal to 0, rare is equal to max minus 1, then it means that Q is not full. അപ്പോൾ അടുത്ത കണ്ടീഷൻ ഇതാണ്, സ്പെഷ്യൽ കണ്ടീഷൻ. നമ്മുടെ നോർമൽ ക്യൂവിൽ പറ്റാത്ത കണ്ടീഷൻ ഇതാണ്. അതായത് ഇതാണ് കണ്ടീഷൻ, ഫ്രണ്ട് 0 അല്ല, റയർ ആണെങ്കിൽ മാക്സ് മൈനസ് 1 ആവുകയും ചെയ്തു. അപ്പോൾ നോർമൽ ക്യൂ ആണെങ്കിൽ ഇത് ഓവർഫ്ലോ ആണ്, അതായത് നമുക്ക് ഇനി ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല എന്നാണ്. പക്ഷെ ഇവിടെ അതല്ല. It means that Q is not full. Friend not equal to 0 means the Q is not full. So നമ്മൾ എന്ത് ചെയ്യും, സെറ്റ് റയർ ഈക്വൽ ടു 0. റയർ ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുകയാണ് അല്ലേ, ഇതിന്റെ എൻഡിലെത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, റയറിനെ ഇവിടേക്ക് കറക്കി, സെറ്റ് റയർ ഇസ് ഈക്വൽ ടു 0, റയറിനെ 0 ആക്കി. ഇനി നമുക്ക് ഇൻസേർട്ട് ചെയ്യാലോ. ഈ 2 കൂടി നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. സോ ഫോർ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ചെക്ക് ചെയ്യേണ്ടത് ഇതുപോലെ 2 കാര്യങ്ങൾ ചെക്ക് ചെയ്യാനുണ്ട്. ഫ്രണ്ട് ഈക്വൽ ടു -1 ആണെന്ന് കഴിഞ്ഞാൽ നമുക്ക് പറയാം ക്യൂ എം ടി ആണെന്ന് പറയാം, നോ എലമെന്റ്സ് ഇൻ ദ ക്യൂ. സോ അണ്ടർഫ്ലോ കണ്ടീഷൻ ആണെന്ന് പറയാം. ഇത് നോർമൽ ക്യൂ, ഫ്രണ്ടും റയറും -1 ആണെന്നുള്ള കേസ്. ഇനി ക്യൂ എം ടി അല്ല ആൻഡ് ഫ്രണ്ട് ഈക്വൽ ടു റയർ, then after deleting the element at the front of the queue becomes empty. So front and rear set to -1. ഫ്രണ്ട് ഈക്വൽ ടു റയർ ആവുന്നത് ഇതുപോലത്തെ കേസിലാണ് ഫ്രണ്ട് ഈക്വൽ ടു റയർ ആവുന്നത്. അതായത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് പോയി ഫ്രണ്ട് ലാസ്റ്റ് എലമെന്റിലെത്തി. അപ്പോൾ ഒരേ ഒരു എലമെന്റ് ഉണ്ടാവുള്ളൂ. സോ ഇങ്ങനെ വരുമ്പോൾ ക്യൂ എം ടി അല്ല, ഫ്രണ്ട് ഈക്വൽ ടു റയറും ആണ്. സോ ഇതും കൂടി ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്യൂ എം ടി ആവും അല്ലേ. സോ ദ ഫ്രണ്ട് ആൻഡ് റയർ സെറ്റ് ടു -1. So delete this element and set rear equal to front equal to -1. പിക്ചർ കാണുമ്പോൾ ഈ കണ്ടീഷൻ ക്ലിയർ ആവുന്നുണ്ടല്ലോ. ഇനി അടുത്ത കേസ് എപ്പോഴാണ് വരാന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂ എം ടി അല്ല, അതുപോലെ ഫ്രണ്ട് ഈക്വൽ ടു മാക്സ് -1 ആണ്. ദെൻ ആഫ്റ്റർ ഡിലീറ്റിംഗ് ദ എലമെന്റ് അറ്റ് ദ ഫ്രണ്ട് സെറ്റ് ടു 0. സോ ഇതാണ് കേസ്. ഇപ്പൊ നോക്കിയേ, ഫ്രണ്ട് ഇവിടെ എത്തി,
അല്ലെ, ഫ്രണ്ട് ഈക്വൽ ടു 0, ലാസ്റ്റ് എലമെന്റിൽ ഫ്രണ്ട് എത്തി നിൽക്കുന്നുണ്ട്. ദെൻ റയർ ഇതുപോലെ 0 സെറ്റ് ചെയ്തു, പിന്നെ ഇങ്ങോട്ട് ഇൻക്രിമെന്റ് ചെയ്ത് റയർ ഇവിടെയായി നിൽക്കുന്നുണ്ട്. സോ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് ഈ എലമെന്റിനെ ഡിലീറ്റ് ചെയ്യാം. എന്നിട്ട് ഈ എലമെന്റ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് ഫ്രണ്ട് പോയല്ലോ. സോ ഫ്രണ്ടിനെ നമുക്ക് റീ അറേഞ്ച് ചെയ്യാം. ഫ്രണ്ട് ഈക്വൽ ടു 0 കൊടുക്കാം, റീ അറേഞ്ച് ചെയ്യാം. അപ്പൊ വീണ്ടും ക്യൂ പഴയതുപോലെ തന്നെയായി അല്ലെ, ഇതിവിടെ ഫ്രണ്ടും ഇത് റയറുമായി. സോ ഇതാണ് സർക്കുലർ ക്യൂവിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇൻസേർഷനും ഡിലീഷനും കൂടുതൽ എഫിഷ്യന്റ് ആവുകയാണ് ഇവിടെ ചെയ്യുന്നത്. സോ അൽഗോരിതം വർക്കിംഗ് മനസ്സിലായിട്ടുണ്ടാവും. ഇനി നമുക്ക് അൽഗോരിതം നോക്കാം, ഇൻസേർഷൻ ഓപ്പറേഷൻ. സോ ഇതാണ് ഇൻസേർഷന്റെ അൽഗോരിതം. ഈ പറഞ്ഞ കണ്ടീഷൻസ് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ ഫ്രണ്ട് 0 ആണെന്ന് നോക്കി, അതുപോലെ റയർ -1 ആണോ നോക്കി, രണ്ടും ഓക്കെ ആണെങ്കിൽ ഓവർഫ്ലോ പറയാം, എൻഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇനി എന്താ ചെക്ക് ചെയ്യേണ്ടത്, അതായത് ക്യൂ എം ടി ആണോ, ഫസ്റ്റ് എലമെന്റ് ആണോ എന്ന് നോക്കാം. ഫ്രണ്ട് ഈക്വൽ ടു -1, റയർ ഈക്വൽ ടു -1, രണ്ടും -1 ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ഫ്രണ്ട് ഈക്വൽ ടു റയർ ഈസ് ഈക്വൽ ടു 0, രണ്ടിനെയും 0 ആക്കി സെറ്റ് ചെയ്തു. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ റയർ ഈക്വൽ ടു -1 ആണ് ആൻഡ് ഫ്രണ്ട് നോട്ട് ഈക്വൽ ടു 0, അതായത് നമ്മൾ പറഞ്ഞ സ്പെഷ്യൽ കണ്ടീഷൻ, ക്യൂ എം ടി അല്ല പക്ഷെ റയർ എൻഡിൽ എത്തിക്കഴിഞ്ഞു, അപ്പൊ ഫ്രണ്ടിലാണ് സ്പേസ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, റയറിനെ 0 ആക്കി കൊടുക്കണം. സെറ്റ് റയർ ഈക്വൽ ടു 0. ഇനിയിപ്പോ ഇതും അല്ലാന്നുണ്ടെങ്കിൽ എന്താ, നോർമൽ സിറ്റുവേഷൻ ആണ്. സാധാരണ പോലെ റയർ ഇൻക്രിമെന്റ് ചെയ്യുക, സെറ്റ് റയർ ഈക്വൽ ടു റയർ +1. ഇനി എന്ത് ചെയ്യണം, അപ്പൊ നമ്മൾ റയറിന്റെ പൊസിഷൻ സെറ്റ് ആക്കി വെച്ചു. ഓരോ കാര്യത്തിലും ഓരോ പൊസിഷൻ ആണ്. എം ടി ആണെങ്കിൽ റയർ 0 ആണ്. ഇനിയിപ്പോ -1 ആയി, ഫ്രണ്ട് 0 അല്ല, അങ്ങനെയുണ്ടെങ്കിൽ റയറിനെ 0 ആക്കി സെറ്റ് ചെയ്തു. ഇനി ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ റയർ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് വെച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ക്യൂ ഓഫ് റയറിന്റെ പൊസിഷനിലേക്ക് ഇനി ആ വാല്യൂനെ അങ്ങ് ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി, എക്സിറ്റ്. അപ്പൊ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിളുമായി കണക്ട് ചെയ്തിട്ട് ഈ അൽഗോരിതം കാണാം, അപ്പൊ നമുക്ക് എളുപ്പം മനസ്സിലാവും. ഇനി ഡിലീഷൻ. ഇപ്പൊ ഡിലീഷനിലെ കണ്ടീഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. ആദ്യത്തെ കണ്ടീഷൻ എന്താ, അണ്ടർഫ്ലോ ആണോ എന്ന് നോക്കണം. അപ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു -1 ആണെങ്കിൽ അത് അണ്ടർഫ്ലോ ആണ്. ഓക്കെ, അപ്പൊ ക്യൂ എം ടി ആണെങ്കിലാണ് അത്. ഇനി ക്യൂ എം ടി അല്ല, അങ്ങനെ ആണെന്ന് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണം, സെറ്റ് വാൽ ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. അപ്പൊ ഫ്രണ്ടിലെ എലമെന്റ് ആയിരിക്കും നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. അപ്പൊ വാൽ ഇസ് ഈക്വൽ ടു ക്യൂ ഓഫ് ഫ്രണ്ട്. ഇപ്പൊ ഫ്രണ്ട് പോയിന്റർ ഉള്ള എലമെന്റിനെ നമ്മൾ എടുത്തു. ഇഫ് ഫ്രണ്ട് ഈക്വൽ ടു റയർ, ഓക്കെ, ഇപ്പൊ ഫ്രണ്ട് ഡിലീറ്റ് അത് എടുത്തു വെച്ചു. ഇനി നമുക്ക് പോയിന്റേഴ്സിനെ ഒന്ന് കറക്റ്റ് അറേഞ്ച് ചെയ്യണം. ഇപ്പോ എവിടെയായാലും ഫ്രണ്ട് പോയിന്റർ ഉള്ള എലമെന്റ് ഡിലീറ്റ് ചെയ്യുക, റയർ പോയിന്ററിലുള്ള എലമെന്റിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതല്ലാതെ ഏറ്റവും ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യുക, ബാക്കിൽ നിന്ന് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതല്ല അർത്ഥം ഇവിടെ വരിക. സർക്കുലർ ക്യൂ ആകുമ്പോൾ അത് റൗണ്ട് ആണ്. സോ ആ എൻഡിങ് അല്ല നമ്മൾ നോക്കുക, എന്താ നോക്കുക, പോയിന്റേഴ്സ് ആണ് നോക്കുക. സോ ഫ്രണ്ട് പോയിന്ററിലുള്ള എലമെന്റ് ഏതാണോ ആ എലമെന്റ് ആണ് ഇവിടെ വാല്യൂ വരിക. ഇനി ഈ ഫ്രണ്ട് ഈക്വൽ ടു റയർ, ഓക്കെ, ഫ്രണ്ടും റയറും ഈക്വൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്ത് വെക്കണം, ഫ്രണ്ട് ഇസ് ഈക്വൽ ടു റയർ ഇസ് ഈക്വൽ ടു -1. അപ്പൊ ഇനീഷ്യൽ എം ടി എലമെന്റ് ആവുമ്പോഴാണ്, സിംഗിൾ എലമെന്റ് ആവുമ്പോഴാണ് ഈ ഫ്രണ്ട് ഈക്വൽ ടു റയർ വരുന്നത്. സോ ആ എലമെന്റും കൂടെ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ക്യൂ എം ടി ആവും. അതുകൊണ്ട് രണ്ട് പോയിന്ററും -1 സെറ്റ് ചെയ്തു. അല്ല, നെക്സ്റ്റ് എൽസ് നോക്കാം. ഫ്രണ്ട് ഈക്വൽ ടു റയർ അല്ല, അപ്പൊ നമുക്ക് നോക്കാനുള്ളത് ഫ്രണ്ട് -1 ആയോ, നേരത്തെ കണ്ടില്ലേ, അതായത് ഫ്രണ്ട് ഏറ്റവും എൻഡിലേക്ക് എത്തിയോന്നാണ്. ഡിലീറ്റ് ചെയ്ത് ഫ്രണ്ട് ഏറ്റവും അവസാനത്തേക്ക് എത്തിയോന്നാണ്. അങ്ങനെ അവസാനത്തേക്ക് എത്തിയെങ്കിൽ നമുക്ക് അതിനെ മാറ്റി 0 ആക്കി വെക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെറ്റ് ഫ്രണ്ട് ഈക്വൽ ടു 0. ഇനിയിപ്പോ ഇതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വേണം, ജസ്റ്റ് ഫ്രണ്ട് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്താൽ മതി, ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് +1 കൊടുത്താൽ മതി, എൻഡ് ഓഫ് ഇഫ്. അപ്പൊ ഇത്രയാണ് ഡിലീഷൻ. അപ്പൊ ഇപ്പൊ പറഞ്ഞ നമുക്ക് ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ക്ലിയർ ആയിക്കോളും കേട്ടോ. അപ്പൊ എനിക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ റയർ ഈക്വൽ ടു -1 ആണ്, പക്ഷെ ഫ്രണ്ട് 0 അല്ല. സോ ഇങ്ങനത്തെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, റയർ ഈക്വൽ ടു 0 സെറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. സോ വിച്ച് മീൻസ് റയറിന് ഇൻക്രിമെന്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല, ക്യൂ ഫുള്ളായി. അപ്പോ ഫ്രണ്ട് പക്ഷെ 0 അല്ല എന്നുള്ളതിന്റെ അർത്ഥം ഫ്രണ്ടിൽ എലമെന്റ്സ് ബാക്കിയുണ്ട്. അതുകൊണ്ട് റയറിനെ 0 ആക്കി സെറ്റ് ചെയ്തു. അപ്പൊ ഇവിടെ ആണ് റയർ ഇനി വരിക. ഇനി നമുക്ക് ഇവിടെ ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്തു, 5. അവിടെ നിൽക്കട്ടെ. ഇനി വീണ്ടും ഇൻസേർട്ട് ചെയ്യണം. സോ റയർ ഈക്വൽ ടു റയർ +1 കൊടുത്തു. അപ്പൊ ഇവിടെ
നമുക്കൊരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യാം 6. ഇനി ഇൻസേർട്ട് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എലമെന്റ് ആണ് അല്ലെ, ഫ്രണ്ട് റയർ ഈക്വൽ ടു ഫ്രണ്ട് ആയിരിക്കും. സോ നമുക്ക് ഇനി ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റത്തില്ല, ക്യൂ ഫുള്ളായി എന്നാണ് അർത്ഥം. ഇനിയിപ്പോ നമുക്ക് ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആരെയാണ്, ഫ്രണ്ട് ആണ് ഡിലീറ്റ് ചെയ്യുക അല്ലെ, ഫ്രണ്ട് പോയിന്റ് ചെയ്യിക്കുന്നത് ഈ എലമെന്റ് ആണ്. സോ 2 ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ദെൻ ഇനിയും ഡിലീറ്റ് ചെയ്യാം, 3 ഡിലീറ്റ് ചെയ്തു. ദെൻ ഇനിയും ഡിലീറ്റ് ചെയ്യാം, അപ്പോൾ 4 ഡിലീറ്റ് ചെയ്തു. അപ്പൊ 4 ഡിലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഫ്രണ്ട് എവിടെ എത്തി, ഫ്രണ്ട് ഇസ് ഈക്വൽ ടു മാക്സ് മൈനസ് 1 ആയി. കണ്ടോ, ഫ്രണ്ട് ഈക്വൽ ടു മാക്സ് മൈനസ് 1. ഇനി ഫ്രണ്ട് ഈക്വൽ ടു ഫ്രണ്ട് പ്ലസ് 1 നമുക്ക് കൊടുക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഫ്രണ്ട് ഈക്വൽ ടു 0 ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഫ്രണ്ടിനെ 0 സെറ്റ് ചെയ്തു. ഇപ്പൊ ഇത് നോർമൽ ക്യൂ പോലെ ആയല്ലോ. 5-ലുള്ളത് 0യും 6 എന്ന് പറയുന്നതാണ്, സോറി 5-ലുള്ളതാണ് ഫ്രണ്ട്, 6 എന്നുള്ളതാണ് റയർ. അപ്പൊ ഇനിയും എനിക്ക് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 5 ഡിലീറ്റ് ചെയ്യും. അപ്പൊ എന്താവും, 6ലേക്കാണ് റയറും ഫ്രണ്ടും പോയിന്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനത്തെ കണ്ടീഷൻ വരുമ്പോൾ ഫ്രണ്ട് ഈക്വൽ ടു റയർ ആണെങ്കിൽ എന്ത് വേണം, ഫ്രണ്ട് ഈക്വൽ ടു റയർ ഈക്വൽ ടു -1 ആക്കണം. അതായത് ഇപ്പൊ ഒരൊറ്റ എലമെന്റേ ഉള്ളൂ, ആ കേസിലാണ് ഫ്രണ്ടും ഈക്വൽ ടു റയർ ആവുന്നത്. സോ നമുക്ക് ഈ എലമെന്റിനെ കൂടെ ഡിലീറ്റ് ചെയ്യാം. ദെൻ ഫ്രണ്ടിനെയും റയറിനെയും -1 ആക്കി സെറ്റ് ചെയ്യാം. അപ്പൊ ഇതാണ് ഓപ്പറേഷൻസ് സർക്കുലർ ക്യൂല്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡി ക്യൂ ഓർ ഡബിൾ എൻഡഡ് ക്യൂ. സോ ഡി ക്യൂ മീൻസ് ക്യൂ എന്ന് പറയുന്നത് ഒരു സൈഡിലാണ്, അതായത് ഫ്രണ്ടില് ഇൻസേർഷനും റയറില് ഡിലീഷനും. അതെറ്റിപ്പോയി. റയറില് ഇൻസേർഷനും ഫ്രണ്ടില് ഡിലീഷനും, അതായിരുന്നു ക്യൂ. അപ്പൊ ഡി ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് സൈഡിലും either end we can insert or delete elements. Okay, the elements can be inserted or deleted at either end. It is known as a head tail linked list. Okay, so head tail linked list because elements can be added to or removed from either the front or the back end. Okay, front end ആണ് head എന്ന് പറയുന്നത്, back end ആണ് tail എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും പറ്റും. So no element can be added and deleted from the middle. അപ്പൊ അത് ആലോചിക്കണം, ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ, അതുകൊണ്ടാണ് നമ്മൾ ഹെഡ് ആൻഡ് ടെയിൽ ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ലിങ്ക്ഡ് ലിസ്റ്റ് ആണെങ്കിൽ ഫ്രണ്ടും ബാക്കും ഇൻസേർഷൻ നടക്കും, അതുപോലെ മിഡിലും പറ്റും. പക്ഷെ ഇവിടെ അത് പറ്റത്തില്ല. നോ എലമെന്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഓർ ഡിലീറ്റഡ് ഫ്രം ദ മിഡിൽ, ബട്ട് ഇറ്റ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഓർ ഡിലീറ്റഡ് either from the head section or from the tail section. So computer memory at DQ is implemented using a circular array or a circular doubly linked list. ഇങ്ങനെയാണ് ഈ ഒരു DQ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. രണ്ട് പോയിന്റർ ഉണ്ടായിരിക്കും DQന് വേണ്ടിയിട്ട്, ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും, which points to either the end of the DQ. The elements in a DQ extend from the left end to the right end. Since it's a circular queue, DQ of n-1 is followed by DQ of 0. ഇപ്പൊ സർക്കുലർ ക്യൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതായത് ലെഫ്റ്റ് പോയിന്റിന്റെ തൊട്ടടുത്ത് തന്നെ റൈറ്റ് പോയിന്റർ ഉണ്ടായിരിക്കും. ലാസ്റ്റ് എലമെന്റ് കഴിഞ്ഞാൽ n-1 എന്ന് പറയുന്നത് എന്താ, ലാസ്റ്റത്തെ എലമെന്റാ. ലാസ്റ്റ് എലമെന്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് എന്താ ഉണ്ടാവുന്നത്, 0th എലമെന്റ്, ഫസ്റ്റ് എലമെന്റ് ആയിരിക്കും. സർക്കിൾ ആണ്, സർക്കുലർ ക്യൂ ആണ് DQ വരുന്നത്. സോ രണ്ട് വാരിയന്റ് ആണ് ഒരു ഡബിൾ എൻഡഡ് ക്യൂനുള്ളത്. ഒരെണ്ണം ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് ഡി ക്യൂ. ഇൻപുട്ട് റെസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസേർഷൻ ക്യാൻ ബി ഡൺ ഓൺലി അറ്റ് വൺ എൻഡ് while the deletion can done from both ends. അപ്പൊ നമ്മളിവിടെ പറഞ്ഞു ക്യൂ എന്ന് പറയുമ്പോൾ ഡബിൾ എൻഡഡ് ക്യൂ ആണ്. സോ ദ എലമെന്റ്സ് ക്യാൻ ബി ഇൻസേർട്ടഡ് ഓർ ഡിലീറ്റഡ് അറ്റ് എയ്തർ എൻഡ്. ഇവിടെ ആൻഡ് അല്ല, അതായത് ഇൻസേർഷനും ഡിലീഷനും ഒരുമിച്ച് രണ്ട് സൈഡിൽ നടക്കില്ല. ആ ഇൻസേർഷൻ, either ഇൻസേർഷൻ ഓർ ഡിലീഷൻ, ഏതെങ്കിലും ഒരെണ്ണമാണ് ഡബിൾ സൈഡിൽ കൂടെ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ രണ്ട് തരം ക്യൂ പറയുന്നത്. ആദ്യത്തത് ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് ഡി ക്യൂ. ഇൻപുട്ട് റെസ്ട്രിക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസേർഷൻസ് ഒരു എൻഡിൽ കൂടെ നടക്കുകയുള്ളൂ, പക്ഷെ ഡിലീഷൻസ് ക്യാൻ ബി ഡൺ ഫ്രം ബോത്ത് എൻഡ്സ്. ദെൻ അടുത്തത് എന്തായിരിക്കും, ഔട്ട്പുട്ട് റെസ്ട്രിക്റ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിലീഷൻ ഒരു എൻഡിലേ നടക്കുകയുള്ളൂ, പക്ഷെ ഇൻസേർഷൻ രണ്ട് എൻഡിലും നടക്കും. ഓക്കെ, അപ്പൊ ഇതാണ് ഇതാണ് ഡി ക്യൂ കേട്ടോ. അപ്പൊ രണ്ട് പോയിന്ററാ ഉള്ളത്, ഞാൻ പറഞ്ഞല്ലോ, ലെഫ്റ്റ് പോയിന്ററും റൈറ്റ് പോയിന്ററും ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഇൻപുട്ട് റെസ്ട്രിക്റ്റഡ് ആൺ കഴിഞ്ഞാല് ഇൻസേർഷൻസ് ഒരു എൻഡിൽ കൂടെ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, ഡിലീഷൻസ് രണ്ട് എൻഡിലും ചെയ്യാം, അതല്ലെങ്കിൽ തിരിച്ച്. അപ്പൊ ഇത് രണ്ട് കണ്ടീഷൻസ് ആണ്, രണ്ട് സ്റ്റേറ്റ്സ് ആണ് ഈ ഒരു ഡി ക്യൂന്റെ.
അപ്പൊ ഇങ്ങനെ വേണമെങ്കിൽ, അതായത് സർക്കുലർ ക്യൂ ആണ്. സോ റൈറ്റും ലെഫ്റ്റും സർക്കിളിലാണ് ഉണ്ടാവുന്നത്. അതായത് ഇത് റൈറ്റ് എൻഡിൽ വേണം, ലെഫ്റ്റ് എൻഡിൽ വേണം എന്നൊരു നിർബന്ധമില്ല. ഇത് എൻഡിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് സീറോയിലേക്ക് കണക്ട് ചെയ്യാം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഈ ഫോട്ടോ, ഇത് ഈ ഒരു പിക്ചറിൽ കണ്ടു കഴിഞ്ഞാൽ ഇത് നോർമൽ സീക്വൻസ് ആണ്. ലെഫ്റ്റ് ഇവിടെ, റൈറ്റ് ഇവിടെ. ദെൻ അടുത്ത സീക്വൻസിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് വരുന്ന സീക്വൻസ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പൊ ഡി ക്യു എന്താണെന്ന് നമുക്കിനി ഇതിന്റെ ഓപ്പറേഷൻസും അൽഗോരിതം ഒന്നും വേണ്ട കേട്ടോ, അത്ര പോകേണ്ട ആവശ്യമില്ല. സർക്കുലർ ക്യൂവിന്റെ ഓപ്പറേഷൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്, സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം ടൈപ്സ് ഓഫ് ക്യൂ എന്നുള്ള കാറ്റഗറി ആയിട്ട് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് പ്രയോറിറ്റി ക്യൂ. ഇപ്പൊ പ്രയോറിറ്റി കൊടുക്കുക, അതായത് ഒരു പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ട് ഡിലീഷനോ ഇൻസേർഷനോ ഒക്കെ നടത്തുക. അപ്പൊ അതാണ് പ്രയോറിറ്റി ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഡാറ്റ സ്ട്രക്ചർ ഇൻ വിച്ച് ഈച്ച് എലമെന്റ് ഇസ് അസൈൻഡ് എ പ്രയോറിറ്റി. So the priority of the element will be used to determine the order in which the elements will be processed. Okay, so priority അനുസരിച്ചിട്ടായിരിക്കും elements process ചെയ്യുന്നത്. General rules എന്ന് പറയുന്നത് an element with a higher priority is processed before an element with a lower. അത് നമുക്ക് ആലോചിച്ചറിയാലോ, പ്രയോറിറ്റി വരുമ്പോൾ എപ്പോഴും പ്രയോറിറ്റി കൂടിയ ആളെയാണ് ആദ്യം പ്രോസസ് ചെയ്യുന്നത്. So two elements with the same priority processed from first come first served. അപ്പോൾ രണ്ട് സെയിം പ്രയോറിറ്റി വന്നു കഴിഞ്ഞാൽ ആദ്യം ആരെയാണോ വന്നത് അവരാദ്യം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്ഡ് ആ മെത്തേഡിലാണ് ചെയ്യുക FCFS. അപ്പൊ ആദ്യം വന്ന ആളെ ആദ്യം പ്രോസസ് ചെയ്യും. Priority queue can be thought of as a modified queue in which an element has to be removed from the queue. The one with the highest priority is retrieved first. Okay, so ഇവിടെ ഫ്രണ്ട് എൻഡിന്നോ ബാക്ക് എൻഡിന്നോ അല്ല ഡിലീഷനിൽ ഉള്ളത്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സൈഡിലേക്ക് നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യല്ല ചെയ്യുക. based on the priority we are making decisions. Okay, അപ്പോൾ ഹയർ പ്രയോറിറ്റി ഉള്ള ആളെയാണ് ആദ്യം പ്രോസസ് ചെയ്യേണ്ടത്. സോ ഒരു എലമെന്റ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ചെക്ക് ചെയ്യുക പ്രയോറിറ്റി ആണ്. ദെൻ ആ പ്രയോറിറ്റി കൂടുതലുള്ള ആളെയാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യേണ്ടത്. So the priority of the elements can be set based on various factors. This priority queues are widely used in operating system to execute the highest priority process. നമ്മളിപ്പോ ഒരു ക്യൂ യൂസ് ചെയ്യുന്നത്, ഇപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ക്യൂ യൂസ് ചെയ്യണമെന്നൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻസിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു അറ്റ് എ ടൈം പ്രോസസ്സറിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പ്രോസസ്സുകൾ ഉണ്ടാവും. അപ്പൊ ഈ പ്രോസസ്സുകളെല്ലാം വെയിറ്റ് ചെയ്യാണ്. അപ്പൊ അവർ വെയിറ്റ് ചെയ്യുന്നത് ഒരു ക്യൂവിലാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് പറയാം. അതായത് ഇപ്പോൾ ഒരു ഇൻപുട്ട് റിക്വസ്റ്റ് വന്നു, ദെൻ മെമ്മറി റിക്വസ്റ്റ് ഉണ്ട്, അതല്ലെങ്കിൽ ഒരു പ്രിന്റഡ് റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം സൈമിൾട്ടേനിയസ് ആയിട്ട് അല്ലെങ്കിൽ പാരലൽ ആയിട്ടൊക്കെയാണല്ലോ പ്രോസസ്സർ ചെയ്യേണ്ടി വരിക. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വരുമ്പോൾ ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ ഏറ്റവും ആദ്യം സർവീസ് ചെയ്യേണ്ടത് എന്താണ്? ഇപ്പൊ പ്രിന്റർ റിക്വസ്റ്റ് ഒക്കെ ആണെച്ചാൽ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യിക്കാം അല്ലെ, അതൊക്കെ പ്രയോറിറ്റി കുറഞ്ഞ കാര്യങ്ങളാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് റിക്വസ്റ്റ് ഒക്കെയാണ് ഏറ്റവും പ്രയോറിറ്റി കൂടിയത്. ഇൻപുട്ട് റിക്വസ്റ്റ് ഒക്കെയാണ് ഏറ്റവും പ്രയോറിറ്റി. അതായത് നമ്മൾ കീബോർഡിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ അത് ആക്സസ് ചെയ്യണം അല്ലേ. സോ അപ്പൊ ഇൻപുട്ട് ഏറ്റവും പ്രയോറിറ്റി കൂടിയ ഒരു സർവീസ് ആണ്. അപ്പൊ അങ്ങനത്തെ പ്രോസസ്സിനെ ഒന്നും ക്യൂവിൽ നമുക്ക് നിർത്താൻ പറ്റില്ല, അവരെ ആദ്യം സർവീസ് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഈ ഒരു കൺസെപ്റ്റ്, ഇതാണ് ഏറ്റവും പ്രാക്ടിക്കൽ ആയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നടക്കുന്ന കൺസെപ്റ്റ് ആണ് ഈ പ്രയോറിറ്റി ക്യൂ എന്ന് പറഞ്ഞ കാര്യം. സോ ദേ ആർ വൈഡ്ലി യൂസ്ഡ് ഇൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടു എക്സിക്യൂട്ട് ദ ഹൈയസ്റ്റ് പ്രോസസ് ഫസ്റ്റ്. The priority of the process may be set based on the CPU time it requires to get executed completely or the importance of one process over another. അങ്ങനെ പല കാര്യം ഞങ്ങൾ ഇത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞ സബ്ജക്ട് വരുമ്പോൾ അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. എങ്ങനെയാണ് ഈ പ്രയോറിറ്റി വരുന്നത്, എങ്ങനെയാണ്, അതായത് എത്ര CPU ടൈം നമുക്ക് വേണം, അതുപോലെ എത്രയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, നമ്മളത് സർവീസ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് പ്രയോറിറ്റി സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്ത പ്രയോറിറ്റീനെ വെച്ചിട്ട് അവരാദ്യം ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ള ആൾക്ക് ആദ്യം സർവീസ് ചെയ്ത് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ക്യൂസ് ആണ് പ്രയോറിറ്റി ക്യൂസ്. മനസ്സിലായല്ലോ? ഇംപ്ലിമെന്റേഷൻ. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് മെയിൻ ആയിട്ട് രണ്ട് മെത്തേഡ് ഉള്ളത്. അതായത് ഒരു സോർട്ടഡ് ലിസ്റ്റ് വെക്കാം പ്രയോറിറ്റിനെ ബേസ് ചെയ്തിട്ട്. വി ക്യാൻ യൂസ് എ സോർട്ടഡ് ലിസ്റ്റ് സ്റ്റോർ ദ എലമെന്റ് സോ ദാറ്റ് വെൻ എൻ എലമെന്റ് ഹാസ് ടു ബി ടേക്കൺ ഔട്ട് ദ ക്യൂ വിൽ നോട്ട് ഹാവ് ടു ബി സെർച്ച്ഡ് ഫോർ ദ എലമെന്റ്സ് വിത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി. അപ്പൊ സോർട്ടഡ് ലിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എളുപ്പമല്ലേ, ആദ്യത്തെ എലമെന്റ് തന്നെയായിരിക്കും ഹയസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാവുക. അപ്പൊ നമുക്ക് അവരെ പ്രോസസ് ചെയ്യാൻ പറ്റും. അപ്പൊ പിന്നെ ഫെർദർ അതിനു വേണ്ടി സെർച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പൊ അത് എളുപ്പം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അൺസോർട്ടഡ് ലിസ്റ്റ് വെക്കാം. അപ്പോ ഇൻസേർഷൻസ് എളുപ്പമായിരിക്കും. ഇപ്പൊ ഇത് രണ്ടിനും രണ്ട് കാര്യമാണ്. സോർട്ടഡ് ലിസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും, എവറി ടൈം വി ആർ മേക്കിംഗ് ആൻ ഇൻസേർഷൻ,
ഇൻസേർഷൻ ചെയ്യുമ്പോൾ അത് കറക്റ്റ് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യണം അല്ലെ, അവരുടെ പ്രയോറിറ്റി നോക്കി പ്രയോറിറ്റി ബേസിൽ വേണം ഇൻസേർട്ട് ചെയ്യാൻ. പക്ഷെ ഡിലീഷൻസ് എളുപ്പമായിരിക്കും. ഡിലീറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സോർട്ടഡ് ആയിട്ടായിരിക്കുന്നത്, അപ്പൊ ഹയസ്റ്റ് പ്രയോറിറ്റി ഫസ്റ്റ് തന്നെ ഉണ്ടാവും, അപ്പൊ ഡിലീറ്റ് ചെയ്യാം. അതേപോലെ അൺസോർട്ടഡ് ലിസ്റ്റ് വെക്കുകയാണെന്ന് വെക്കുക. അൺസോർട്ടഡ് ലിസ്റ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ നമുക്ക് ഇൻസേർഷൻസ് എടുക്കാം, ഒരു പ്രശ്നവും ഇല്ല, റയറിൽ കൂടി ഇൻസേർട്ട് ചെയ്യാം. പക്ഷെ ഡിലീഷൻസ് വരുമ്പോൾ എന്തുണ്ടാവും, ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ള സെർച്ച് ചെയ്യേണ്ടി വരും. Okay, so we can use an unsorted list so that insertions are always done at the end of the list. Every time when an element has to be removed from the list, the element with the highest priority will be searched and removed. So sorted list takes order of n times to insert an element in a list. It takes only order of 1 time to delete. നമുക്ക് അറിയാലോ അത് ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഫസ്റ്റ് എലമെന്റ് ഡിലീറ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഓർഡർ ഓഫ് 1 ടൈമേ ഉള്ളൂ. പക്ഷെ ഇൻസേർട്ട് ചെയ്യാൻ പണിയാണ്, എല്ലാ എലമെന്റ്സും നോക്കിയിട്ടൊക്കെ വേണ്ടി വരും, കറക്റ്റ് പൊസിഷൻ നോക്കിയിട്ട് വേണം ഇൻസേർട്ട് ചെയ്യാൻ. സോ ഇറ്റ് വിൽ ടേക്ക് ഓർഡർ ഓഫ് n ടൈം. അതുപോലെ തന്നെ തിരിച്ച് മറ്റേ അൺസോർട്ടഡ് ലിസ്റ്റ് ആണെന്ന് കഴിഞ്ഞാൽ ഇൻസേർട്ട് ചെയ്യാൻ ഓർഡർ ഓഫ് 1 മതി, ഡിലീറ്റ് ചെയ്യാൻ ഓർഡർ ഓഫ് n എലമെന്റ് വേണ്ടി വരും. അപ്പോ ഈ രണ്ട് ടെക്നിക്കും ഇൻഎഫിഷ്യന്റ് ആണ് പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇതിന്റെ ഒരു കോമ്പിനേഷൻ ആണ് പ്രാക്ടിക്കലായിട്ട് അഡോപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. യൂഷ്വലി എ ബ്ലെൻഡ് ഓഫ് ദീസ് ടു അപ്രോച്ചസ് ഇസ് അഡോപ്റ്റഡ് ആൻഡ് ദാറ്റ് ടേക്സ് റഫ്ലി ഓർഡർ ഓഫ് ലോഗ് ഇൻ ടൈം. അപ്പൊ അവരുടെ ടൈം കോംപ്ലക്സിറ്റി പറയാന്ന് വെച്ചാൽ ഓർഡർ ഓഫ് ലോഗ് എന്ന് പറയുന്നത്, നമ്മൾ ഇനി അങ്ങോട്ട് കുറെ അൽഗോരിതംസ് ഒക്കെ പഠിക്കും, സെർച്ചിങ്ങും സോർട്ടിങ്ങും ഒക്കെ. അപ്പൊ അവർക്കൊക്കെ ടൈം കോംപ്ലക്സിറ്റി പറയും. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഓർഡർ ഓഫ് ലോഗ് എന്നൊക്കെ ഒരു നല്ല ആവറേജ് ടൈം കോംപ്ലക്സിറ്റി, നല്ല കോംപ്ലക്സിറ്റി ഉള്ള നല്ല ടൈമിംഗ് ഉള്ളതാണ്, എഫിഷ്യന്റ് ആയിട്ടുള്ളവരുടെ കോംപ്ലക്സിറ്റിനെയാണ് ഓർഡർ ഓഫ് ലോഗ് എൻ എന്നൊക്കെ പറയുന്നത്. ഓർഡർ ഓഫ് എൻ ഒക്കെ കൂടുതലാണ്, ഓർഡർ ഓഫ് എൻ വരും, ഇനി ഓർഡർ ഓഫ് എൻ സ്ക്വയർ വരും. ഓക്കെ, അപ്പൊ അതൊക്കെ ഇനി വരുന്നതിൽ കാണാം. സോ ഇതാണ് പ്രാക്ടിക്കലി അവരുടെ ഒരു ഈ രണ്ട് ഐഡിയാസിന്റെയും ഒരു ബ്ലെൻഡ് ആയിട്ടാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ പ്രയോറിറ്റി ക്യൂ ക്യാൻ ബി ഇംപ്ലിമെന്റഡ് യൂസിങ് ആൻ അറേ ആവാം, ലിങ്കഡ് ലിസ്റ്റ് ആവാം, അതല്ലെങ്കിൽ ഹീപ്പ് ഡാറ്റ സ്ട്രക്ചർ ഉണ്ട്. ഈ പ്രയോറിറ്റിക്കൊക്കെ വരുമ്പോൾ ഹീപ്പ് ഡാറ്റ സ്ട്രക്ചർ യൂസ് ചെയ്യാം. അതുമല്ല എന്നുണ്ടെങ്കിൽ ബൈനറി സെർച്ച് ട്രീ. അപ്പോൾ ബൈനറി സെർച്ച് ട്രീ നമ്മൾ അടുത്ത മൊഡ്യൂളിൽ പഠിക്കും കേട്ടോ. അപ്പൊ ബൈനറി സെർച്ച് ട്രീ വെച്ചിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാം. So among this data structure, heap data structure provides an efficient implementation. അപ്പോൾ നോർമലി പ്രയോറിറ്റി ബേസ്ഡ് കൺസെപ്റ്റ് വരുമ്പോൾ ഹീപ്പ് ഡാറ്റ സ്ട്രക്ചർ ആണ് യൂസ് ചെയ്യുന്നത്. ഇനി പ്രയോറിറ്റി ക്യൂവിന്റെ അപ്ലിക്കേഷൻ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ CPU യൂസ് ചെയ്യുന്നുണ്ടെന്ന്. CPU പ്രോസസ്സേഴ്സിന്റെ ഏത് പ്രോസസ്സറിനെയാണ് ആദ്യം കൊടുക്കേണ്ടത്, ആരെയാണ് ആദ്യം പ്രോസസ് ചെയ്യേണ്ടതെന്നൊക്കെ തീരുമാനിക്കുന്നത്. സോ CPU ഷെഡ്യൂളിംഗിൽ പ്രയോറിറ്റി ക്യൂ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഗ്രാഫ് അൽഗോരിതംസ് ഉണ്ട്. ഇപ്പൊ ഗ്രാഫ് അൽഗോരിതംസിൽ ഗ്രാഫിലെ ഷോർട്ടസ്റ്റ് പാത്ത് കണ്ടുപിടിക്കാൻ, മിനിമം സ്പാനിങ് ട്രീ കണ്ടുപിടിക്കാൻ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതിലെല്ലാത്തിലും ഗ്രാഫ് അൽഗോരിതംസ് ലൈക്ക് ഡിജിക്സ്ട്രാസ് ഷോർട്ടസ്റ്റ് പാത്ത് അൽഗോരിതം, പ്രിംസ് മിനിമം സ്പാനിങ് ട്രീ, ഇതിനെല്ലാത്തിനും പ്രയോറിറ്റി ക്യൂ യൂസ് ചെയ്യുന്നുണ്ട്. സോ ലോഡ് ബാലൻസിങ് ആൻഡ് ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ്, ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ ലോഡ് ബാലൻസിങ്, ഇന്ററപ്റ്റ് ഹാൻഡ്ലിംഗ്. ദെൻ ഡാറ്റ ഹഫ്മാൻ കോഡിംഗ്, ഡിജിറ്റൽ സിസ്റ്റം കോഡിംഗില് ഹഫ്മാൻ കോഡിംഗിലെല്ലാം ഇത് യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് പ്രയോറിറ്റി ക്യൂവില് കണ്ടില്ലേ, ഓരോ എലമെന്റിന്റെ കൂടെയും ഒരു ഫീൽഡ് എക്സ്ട്രാ ഉണ്ട്. ഇപ്പൊ നോർമലി നമ്മൾ എലമെന്റും നെക്സ്റ്റും ആയിട്ടാണല്ലോ കാണാറ്, ഒരു ഫീൽഡ് എക്സ്ട്രാ ഉണ്ട്, അത് അവരുടെ പ്രയോറിറ്റി ആണ്. ഇതാണ് ഇംപ്ലിമെന്റേഷൻ. ഇനി ജനറൽ ക്യൂ അപ്ലിക്കേഷൻസ്, കുറച്ച് അപ്ലിക്കേഷൻസ് നോക്കാം ജനറൽ ക്യൂവിന്റെ. ഇപ്പൊ നേരത്തെ കണ്ടതൊക്കെയും നമുക്ക് പറയാം കേട്ടോ ഇതിന്റെ കൂട്ടത്തിൽ തന്നെ. സോ ദേ ആർ വൈഡ്ലി യൂസ്ഡ് ആസ് വെയിറ്റിംഗ് ലിസ്റ്റ് ഫോർ എ സിംഗിൾ ഷെയർഡ് റിസോഴ്സ് ലൈക്ക് പ്രിന്റർ, ഡിസ്ക്. അപ്പൊ എവിടെയും ഒരു ക്യൂ, നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ ക്യൂ പറയുന്നത് പോലെ തന്നെ സിസ്റ്റത്തിലായാലും എവിടെയാണ് ഒരു സിംഗിൾ റിസോഴ്സിന് വേണ്ടി ഒന്നിലധികം പേര് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത്, അവിടെ ക്യൂ ആണ് ഉണ്ടായിരിക്കുക. Then they are used to transfer data asynchronously between two processors, pipes, file, software. So asynchronous data transfer, asynchronous എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം ടൈം അല്ല, പാക്കറ്റ്സ് ആക്കിയിട്ട് ഡാറ്റ 1 by 1 ആയിട്ടൊക്കെ ഡാറ്റ സെൻഡ് ചെയ്യുന്ന കേസിൽ, സോ അങ്ങനത്തെ കേസിലൊക്കെയും ക്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. Then queues are used as buffers on MP3 players and portable CD player, iPod playlist. Buffering time ഒക്കെ ഉണ്ടല്ലോ, ബഫേഴ്സ് ആയിട്ട് 1 by 1 ആയിട്ട് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം ക്യൂസ് ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്ലേലിസ്റ്റിൽ, ജൂക്ക് ബോക്സിലും പ്ലേലിസ്റ്റിലെല്ലാം സോങ്സ് ആഡ് ചെയ്യാനും, പ്ലേ ഫ്രം ദ ഫ്രണ്ട് ഓഫ് ദ ലിസ്റ്റ്, ഇതിനെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് എൻഡ് ഓഫ് ദ ലിസ്റ്റും പ്ലേ ചെയ്യുന്നത് ഫ്രണ്ട് ഓഫ് ദ ലിസ്റ്റും.
So queues are used in operating system for handling interrupt handling in queues ആണ് യൂസ് ചെയ്യുന്നത്. If the interrupts have to be handled in the order of arrival, അങ്ങനെ വരണമെങ്കിൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആയിരിക്കും യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ പ്രയോറിറ്റി ഒക്കെ വെച്ചിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രയോറിറ്റി ക്യൂസ് യൂസ് ചെയ്യാം. സോ ഇത്രയൊക്കെയാണ് ജനറൽ ക്യൂ അപ്ലിക്കേഷൻസ്. അപ്പോൾ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് അവർ തേർഡ് മൊഡ്യൂൾ. ഓക്കെ, സ്റ്റാക്കും ക്യൂ ആണ് കംപ്ലീറ്റ്ലി ഈ മൊഡ്യൂളിന്റെ അകത്ത്. അടുത്ത മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫുള്ളായിട്ട് ഗ്രാഫും ട്രീയും ആണെന്നാണ്. ട്രീ ആണ് അടുത്ത മൊഡ്യൂൾ കംപ്ലീറ്റ്. ലാസ്റ്റ് മൊഡ്യൂളിലാണ് ഗ്രാഫ്. Okay, so that's all for today's class. Thank you.